KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ലഹരിരഹിത ക്രിസ്തുമസ് എന്ന സന്ദേശം ഉയർത്തി തോപ്പുംപടി അവർ ലേഡി സ്കൂൾ വിദ്യാർത്ഥിനികൾ തോപ്പുംപടിയിൽ ലഹരി വിരുദ്ധ ക്രിസ്തുമസ് സന്ദേശ റാലി നടത്തി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കുന്ന ജാതി സെൻസസും പരിശീലന പരിപാടികളും അവധിക്കാലത്തേക്ക് മാറ്റി പുനർക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSTയിൽ അംഗങ്ങളായ അധ്യാപകർ പള്ളുരുത്തിയിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചിയിലെ അലങ്കാര പ്രവർത്തനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കുന്ന ജാതി സെൻസസും പരിശീലന പരിപാടികളും അവധിക്കാലത്തേക്ക് മാറ്റി പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSTയിൽ അംഗങ്ങളായ അധ്യാപകർ പള്ളുരുത്തിയിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ജാതി സെൻസസും പരിശീലന പരിപാടികളും അവധി ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അധ്യാപകർ പള്ളുരുത്തിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് ഷാജി അരൂജ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KSTക്ക് പറയാനുള്ളത് ഇത്തരം സെൻസസ് ഡ്യൂട്ടികൾ അവസാനിപ്പിക്കണമല്ല, നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് അവധിക്കാലത്തേക്ക് മാറ്റിയിട്ട് അവധിക്കാലങ്ങളിൽ ഇത്തരം ഡ്യൂട്ടികൾ നടപ്പാക്കി അത് കുട്ടികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ മാതാപിതാക്കൾക്കും ഒരു തടസ്സവും ഉണ്ടാകാതെ തൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണയിൽ ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസോസിയേഷൻ സബ് ജില്ലാ സെക്രട്ടറി ബോസ്കോ നീലൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P പുരുഷോത്തമൻ, R മോഹൻദാസ്, TK ഷിബു, നിശാന്ത്, VS ജിജി തുടങ്ങിയവർ സംസാരിച്ചു. ഫോർട്ട് കൊച്ചി സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചിയിലെ അലങ്കാര പ്രവർത്തനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി നഗരസഭ മേയർ ടോണി ചമ്മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കാർണിവലിനോട് അനുബന്ധിച്ചാണ് സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2.5 കിലോമീറ്റർ നീളം വരുന്ന ഫോർട്ട് കൊച്ചിയിലെ പ്രധാന റോഡ് അലങ്കരിക്കുന്നത്. 1000 നക്ഷത്രങ്ങൾ തൂക്കി 25,000 മീറ്റർ തോരണം കൊണ്ടാണ് റോഡ് അലങ്കരിക്കുന്നതെന്ന് സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാൻ ജോസ് ബെനഡിക്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ സാധനങ്ങളും ഞങ്ങൾ സ്വന്തമായിട്ട് മേടിക്കും. അതിൽ പല നല്ല ആൾക്കാരും വളരെ അകമൊഴിഞ്ഞ സാഹചര്യങ്ങളുണ്ട്. ഈ തോരണം ഏകദേശം 450 കിലോ ഓളം തോരണം മേടിച്ചു. അതിനുള്ള അത് ഇവിടെയുള്ള പെണ്ണുങ്ങളെ കൊണ്ടാണ് തയ്പ്പിച്ചെടുത്തത്. ഇത്രയും 25,000 മീറ്റർ നീളത്തിലുള്ള തോരണം നമ്മൾ തന്നെയാണ് നേരിട്ട് ഞങ്ങൾ തയ്പ്പിച്ച് അവർക്ക് ഒരു തൊഴിലിന് കുറേ പെണ്ണുങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയറും മേടിച്ച് നക്ഷത്രങ്ങളും മേടിച്ച് CFL ബൾബ്. അലങ്കാരങ്ങളുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ജോസ് ബെനഡിക്ട് അധ്യക്ഷനാവും. INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ GS ഒബ്രോയ്, KJ സോഹൻ, TJ വിനോദ്, TK അഷ്റഫ് തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി റോബർട്ട് ഫെലിക്, ദേവാനന്ദ്, അഡ്വക്കേറ്റ് ആന്റണി കുരീദ്ര, ജെയ്സൺ മാത്യു, ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ പാർലമെന്റിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് ഭക്ഷ്യസുരക്ഷാ ബിൽ അവതരിപ്പിച്ച സമയം ജന്മനാടായ കുമ്പളങ്ങിയിൽ ആഹ്ലാദ പ്രകടനം നടന്നു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് കുമ്പളങ്ങിയിലെ കോൺഗ്രസുകാർ ആഹ്ലാദം പങ്കിട്ടത്. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ലോക്സഭയിൽ ഭക്ഷ്യ സുരക്ഷാ ബിൽ അവതരിപ്പിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കുമ്പളങ്ങിയിൽ ആഹ്ലാദ പ്രകടനം നടന്നത്. പടക്കം പൊട്ടിച്ചും മധുരം പങ്കിട്ടുമാണ് തോമസ് മാഷിന്റെ ജന്മനാട്ടിലെ UDF പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കുമ്പളങ്ങി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM ആന്റണി കോച്ചേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ പ്രദീപ്, പഞ്ചായത്ത് അംഗം ടോജി കോച്ചേരിയിൽ, കോൺഗ്രസ് നേതാക്കളായ MP ശിവദത്തൻ, ഷാജി കുറുപ്പശ്ശേരി, ജോസി എടമറി തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി വാസ്കോഡ ഗാമ സ്ക്വയറിൽ ചവിട്ട് നാടകം അവതരിപ്പിച്ചു. കൊച്ചിൻ ചവിട്ട് നാടക കളരിയാണ് ജൂലിയസ് സീസർ എന്ന ചവിട്ട് നാടകം അവതരിപ്പിച്ചത്. തീരദേശത്തെ ലത്തീൻ കത്തോലിക്കരുടെ കലാരൂപമായ ചവിട്ട് നാടകം ഫോർട്ട് കൊച്ചി വാസ്കോഡ ഗാമ സ്ക്വയറിൽ അവതരിപ്പിച്ചു. ചവിട്ട് നാടക കലയെ പുനരുജ്ജീവിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന കൊച്ചിൻ ചവിട്ട് നാടക സമിതിയാണ് നാടകം അവതരിപ്പിച്ചത്. ചരിത്ര പ്രസിദ്ധമായ ജൂലിയസ് സീസറുടെ കഥയാണ് ചവിട്ട് നാടകത്തിന് ആധാരമായത്.
ലഹരിരഹിത ക്രിസ്തുമസ് എന്ന സന്ദേശം ഉയർത്തി തോപ്പുംപടി അവർ ലേഡി സ്കൂൾ വിദ്യാർത്ഥിനികൾ തോപ്പുംപടിയിൽ ലഹരി വിരുദ്ധ ക്രിസ്തുമസ് സന്ദേശ റാലി നടത്തി. റാലി നഗരസഭാ കൗൺസിലർ KJ സോഹൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി രഹിത ക്രിസ്മസ് എന്ന സന്ദേശം ഉയർത്തിയാണ് തോപ്പുംപടി അവർ ലേഡി സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് സന്ദേശ റാലി നടത്തിയത്. കൊച്ചി നഗരസഭ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ KJ സോഹൻ റാലി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അംഗം സെലിൻ പീറ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ കൊച്ചി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഒരു മദ്യപാന ഉത്സവമായിട്ട് തീരാതിരിക്കണം എന്നുള്ള നിങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹം മനസ്സിലാക്കാവുന്നതാണ്. അപ്പനും അമ്മയും സഹോദരി സഹോദരന്മാരുമായിട്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഒരു ദിവസം ഉണ്ടാകണം എന്നാണ് ക്രിസ്മസ് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമെല്ലാം. എന്നാൽ പലപ്പോഴും അതിന് കഴിയാറില്ല. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ മരിയൻ അറക്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ട്രീസ ജസീന്ത ജോസഫ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി മരിയ സഫിയ കുട്ടികളുടെ സന്ദേശം വായിച്ചു. ഞങ്ങൾ മക്കൾ കേഴുന്നു. പ്രിയ അപ്പച്ചന്മാരെ, അങ്കിൾമാരെ, ചേട്ടന്മാരെ, ഉണ്ണിയേശു നമ്മുടെയൊക്കെ ഹൃദയത്തിലും ഭവനങ്ങളിലും സമൂഹത്തിലും സവിശേഷമായി അവതരിക്കുന്ന ക്രിസ്മസ് നമുക്കൊരു പുണ്യദിനമാക്കേണ്ടി ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനം ഞങ്ങളിൽ പലർക്കും കട്ടിലിനടിയിൽ ഓടി ഒളിക്കേണ്ടി വന്നതും ഏറെ തല്ലുകൊണ്ട് അവശ്യായ അമ്മച്ചിയുടെ കരം പിടിച്ച് അയലത്തെ ചേച്ചിയുടെ വീട്ടിൽ അഭയം തേടിയതും. പരിപാടിയോടനുബന്ധിച്ച് തെരുവ് നാടകവും നടന്നു. ഇരുട്ടിലും വിചിത്രതയിലും പിച്ചിച്ചീന്തപ്പെടുന്ന അനേകം സ്ത്രീത്വങ്ങളുടെ ഒരു പ്രതീകം. ഇവർക്ക് തണലേകേണ്ടവർ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഉണ്ടാകുന്നതിലേക്കും പോകും. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് മട്ടാഞ്ചേരി മാസ് റിക്രിയേഷൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു. 3 വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ 42 ടീമുകൾ പങ്കെടുത്തു. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് മാസ് റിക്രിയേഷൻ ഇൻഡോർ കോർട്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ സൂപ്പർ വെറ്ററൻസ് വിഭാഗത്തിൽ ഉണ്ണി ആൻഡ് രാമൻ കൂട്ടുകെട്ടും, വെറ്ററൻസ് വിഭാഗത്തിൽ മാക്സൺ ആൻഡ് റോയ്സൺ കൂട്ടുകെട്ടും, ഓപ്പൺ ഡബിൾസിൽ ജാവിൻ ആൻഡ് ദീപക് കൂട്ടുകെട്ടുമാണ് ട്രോഫി നേടിയത്. മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമ്മാനദാന കർമ്മം എറണാകുളം രാമവർമ്മ ക്ലബ്ബ് പ്രസിഡന്റ് ജയാനന്ദ കിളിക്കാർ നിർവഹിച്ചു. സമാപന പരിപാടിയിൽ അഗസ്റ്റസ് സിറൽ അധ്യക്ഷനായി. AM അംബ്രോസ്, D അംബ്രോസ്, KJ ആന്റണി, PA ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി സേവാ സംഘ് ഫോർട്ട് കൊച്ചി YMCL സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റിൽ സെമി ഫൈനൽ മത്സരത്തിൽ ജസീൻ P ഇസ്മായിലും ജെയ്സണും ചേർന്ന കൂട്ടുകെട്ട് ഫൈനലിൽ പ്രവേശിച്ചു. കൊച്ചി സേവാ സംഘ് സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് സെമി ഫൈനലിൽ ജസ്റ്റിൻ P ഇസ്മായിലും ജെയ്സണും ചേർന്ന കൂട്ടുകെട്ട് തിൻഷാദ് ആൻഡ് ആന്റണി കൂട്ടുകെട്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ജസീൻ P ഇസ്മായിലും ജെയ്സണും ചേർന്ന കൂട്ടുകെട്ട് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനൽ മത്സരത്തിൽ അനീഷും ബെന്നറ്റും ചേർന്ന കൂട്ടുകെട്ടിനെയാണ് ജസീനും ജെയ്സണും നേരിടുന്നത്. 40 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.